ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ റെസിപ്പി മുത്താര വെച്ച് നല്ലൊരു പാൽപ്പം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യത്തെ 2 ഗ്ലാസ് മുത്താരന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ വൃത്തിയായി കഴുകി ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തേങ്ങാ മുറിയിൽ ചിരവിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 10ഓളം ഏലക്കയും കൂടി ചേർത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അരിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കണേ. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇതിൽ നിന്ന് പാല് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുത്താര എല്ലാവരും വീട്ടിൽ തന്നെ കാണും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് ഇത്ര പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി പാലപ്പുറം മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് പത്തിരി മാവ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ തന്നെ ചൂടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം. പത്തിരിൻ്റെ മാവൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഇതുപോലെ തന്നെ ബോൾസുകളാക്കി മാറ്റാം. അപ്പോൾ എല്ലാ മാവ് ഇതുപോലെ തന്നെ ബോൾസുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ ബോൾസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആവിയിലൊന്നും നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവിയിൽ വെക്കുന്നുണ്ട് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഇവിടെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചെടുക്കുക ആദ്യം. നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വെച്ച മുത്താറിയുടെ പാലൊന്ന് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരയോട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. കൈവിടാതെ തന്നെ തിളപ്പിച്ചെടുക്കാൻ നോക്കണം. നല്ലപോലെ തന്നെ കുറുക്കിയെടുക്കാം. വളരെ ടേസ്റ്റി അടിപൊളി പാലപ്പയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ കുറുക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ നല്ലതുപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ച് നമ്മൾ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ നല്ലപോലെ തന്നെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റ് അടിപൊളി പാലപ്പയാണ്. എല്ലാം ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം തന്നെ അടച്ച് വെക്കാം. നല്ല ടേസ്റ്റി അടിപൊളി പാൽപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി അടിപൊളി പാലപ്പയാണ്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കണേ. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു.